നമ്മളൊരു ന്യൂസിലൻഡിലൊക്കെ ഒരു വീട് മേടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഏറ്റവും മെയിനായിട്ട് നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അല്ലേ, ഏറ്റവും നല്ല സ്ട്രീറ്റുകളെ ബേസ് ചെയ്താണ് ഇവിടെ വീടുകൾക്ക് വില. ആ സ്ട്രീറ്റ് എങ്ങനെ ഉണ്ടായിരിക്കണം, അവിടെ താമസിക്കുന്ന ആളുകൾ എങ്ങനെയുള്ള ആളുകളാണ് അല്ലേ, നമ്മുടെ നെയ്ബർഹുഡ് എങ്ങനെയുള്ളതാണ് എന്നൊക്കെയാണ് അല്ലേ. സ്ട്രീറ്റിനോട് ചുറ്റുമുള്ള ആളുകൾ താമസിക്കാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ, നമുക്ക് അനുയോജ്യമായിട്ടുള്ള ആളുകൾ അല്ല എങ്കിൽ നമുക്ക് അവിടെ താമസിക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാണ്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞങ്ങൾ ആദ്യമേ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന വീട് നമ്മുടെ ഒരു സ്ട്രീറ്റിൻ്റെ തൊട്ടടുത്ത് അവർ സാധാരണ ഒരു വെള്ളിയാഴ്ച വൈകിട്ടൊക്കെ ആകുമ്പോൾ ഇവിടെ അറിയാം അവർക്കൊരു ഗാദറിങ് പരിപാടികളുണ്ട്. അന്നേരം പുറത്തുനിന്ന് അവരുടെ ആളുകളോ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ എല്ലാവരും കൂടി വന്നിട്ട് വൈകിട്ടൊരു വെള്ളിയാഴ്ച വീക്കെൻഡ് ആഘോഷമാണ് അല്ലേ. വീക്കെൻഡ് ആഘോഷം എന്ന് പറയുമ്പോഴത്തേക്കും അവരൊരു 5 മണി മുതലുള്ള അതിനുള്ള സെറ്റപ്പുകളും മ്യൂസിക് സിസ്റ്റവും എല്ലാം കൊണ്ടുപോയി വയ്ക്കും. അതിനുശേഷം അവർ പാട്ടും കൂട്ടും ഒക്കെ ആയിട്ട് പരിപാടികൾ തുടങ്ങുകയാണ്. കള്ളുകൂടി ബഹളമൊക്കെ തുടങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ 3 മണി വരെ അല്ലെങ്കിൽ 4 മണി വരെയും ഇവർക്കിടെ ബോധം പോകുന്ന ആ സമയം പേരും അവിടെ കിടന്ന് ഒച്ചപ്പാടും ബഹളവും എല്ലാം ആണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഞങ്ങൾ ആദ്യമേ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് വാടകയ്ക്കൊക്കെ അറിയാൻ പാടില്ല, നമ്മൾ കിട്ടുന്നിടത്ത് വന്ന് താമസിക്കും എന്നൊക്കെ ഉള്ളൂ. പക്ഷെ നമ്മളൊരു വീട് മേടിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് സ്ഥിരം ആയിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണല്ലേ. നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. നമ്മുടെ പിള്ളേരുടെ പ്രശ്നങ്ങൾ, പിള്ളേർക്ക് പേടിയാവുന്നു, നമുക്ക് പേടിയാവുന്നു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു വീട് മേടിക്കുമ്പോൾ ഫസ്റ്റിൽ പ്രിഫർ ചെയ്യേണ്ടത് എങ്ങനെയുണ്ട് ആ സ്ട്രീറ്റ്. അപ്പോൾ നോക്കിയറിയാം, ചില സ്ട്രീറ്റുകൾക്ക് വില കൂടുതലുണ്ടാവും. ഏറ്റവും നല്ല സ്ട്രീറ്റിനാണ് ന്യൂസിലൻഡിൽ നമ്മൾ എവിടെ വീട് മേടിച്ചാലും ഒരു പ്രിഫറൻസ് കൊടുക്കേണ്ടത്. ഇതെൻ്റെ തികച്ചും വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ് ഞാനിവിടെ എൻ്റെ ഈ ചാനലിലൂടെ പറയുന്നത്. ഓക്കെ, അടുത്ത് നിന്ന് നമ്മൾ പറയുന്നത് അല്ലേ, നമ്മൾ സാധാരണ ഇവിടെയൊക്കെ ന്യൂസിലാൻഡിൽ വരുന്ന അധികവും ജോലിക്കാരാണ് അല്ലേ. ഒന്നുകിൽ ഹോസ്പിറ്റൽ ബേസ് ആയിട്ടുള്ള ഒരാൾ നേഴ്സ്, മറ്റുള്ളവർ വേറെ എന്തെങ്കിലും ജോബൊക്കെ ആയിരിക്കും. അപ്പം നമുക്ക് ഏറ്റവും നല്ലത് ഈ ഹോസ്പിറ്റലിനോടടുത്ത് അല്ലേ, ഹോസ്പിറ്റലിനോടടുത്തുള്ള ഒരു വീടുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഏറ്റവും കംഫർട്ടാണ്. ജോലിക്ക് പോകാനുള്ള സമയം കിട്ടും, സൗകര്യങ്ങൾ കിട്ടും. നമ്മൾ ആ യാത്രയ്ക്ക് പോകുന്ന ടൈം നമുക്ക് ഒഴിവാക്കാം. മോസ്റ്റ് ഓഫ് ദ ആളുകൾക്ക് ചെറിയ കുട്ടികളുണ്ടാവും. അപ്പോൾ സ്കൂളുകളും അടുത്താണെങ്കിൽ ഇനിയൊരു നമുക്കൊരു ഷോപ്പിങ്ങിന് പോകാൻ ഒരു ടൗൺഷിപ്പിനോട് കൂടിയുള്ള ഒരു ഫെസിലിറ്റിയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഹാർബറി കാര്യങ്ങൾ ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റിക്കൊണ്ട് കുട്ടികളെ സ്കൂളിൽ വിടാം, നമുക്ക് ഡ്യൂട്ടിക്ക് പോവാം, സ്കൂളിൽ നിന്ന് അവരെ വിളിച്ചുകൊണ്ട് വരാം, ഷോപ്പിങ്ങിന് വേണ്ടി പോവാം. ഈ കാര്യങ്ങളൊക്കെ കുറച്ച് ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതിലൂടെ നമുക്ക് ഫിനാൻഷ്യലി നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഏരിയ നോക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിരിക്കും. പിന്നെ അടുത്ത് നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ വീടുകൾ ഇനി ഫ്യൂച്ചറിൽ നമ്മളിത് വിൽക്കാൻ ഉള്ള ഒരു പ്ലാനാണ് അല്ലേ. എല്ലാ ആളുകളും പെർമനൻ്റ് ആയിട്ട് ഇപ്പം ഒന്ന് നിൽക്കുന്ന ആളുകളെല്ലാം ന്യൂസിലൻഡിൽ, പല ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് അല്ലേ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാൻ നമുക്ക് ഫ്യൂച്ചറിൽ വരാം നമ്മൾ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വീടുകൾക്ക് വിൽക്കാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ടോ അല്ലേ, ഏറ്റവും കൂടുതൽ എങ്ങനെ വേഗത്തിൽ വിറ്റ് പോകാൻ പറ്റും, അങ്ങനെയുള്ളൊരു ഓപ്ഷനും കൂടി ഉള്ള വീടുകളാണെങ്കിൽ അത് നമ്മുടെ ഒരു ബെറ്റർ സെലക്ഷനായിരിക്കും. നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അധികം പഴക്കമുള്ള വീടുകൾ മേടിക്കാതിരിക്കും അല്ലേ. നമുക്കത് മെയിൻ്റെനൻസ് കൂടുതലായിരിക്കും. ഇവിടെയൊക്കെ മെയിൻ്റെനൻസ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളൊരു പ്രൊഫഷണലി മെയിൻ്റെനൻസ് ചെയ്യാൻ നമുക്ക് അതിനുള്ള നോളജ് ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോകും. ഓക്കെ, അപ്പം മെയിൻ്റെനൻസ് കുറവുള്ള വീടുകൾ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ മേടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെയാണ് ജനറലായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ വീട് മേടിക്കുന്ന ആളുകൾ ഈ കാര്യങ്ങളൊക്കെ അവരുടെ ശ്രദ്ധയിൽ വയ്ക്കുക. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വീട് മേടിക്കാനുള്ള കാര്യങ്ങൾ നടക്കട്ടെ. അപ്പോൾ കൺഗ്രാജുലേഷൻസ്, ഓൾ ദ ബെസ്റ്റ്.